കുറച്ചായി കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ബട്ട് ഇനി തൊട്ട് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. വീക്ക്ലി വീഡിയോസ്, അതായത് ഇച്ചിരി ലെങ്തി വീഡിയോസ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ യു ക്യാൻ വാച്ച് മീ ട്രേഡ് ആൻഡ് ബിൽഡ് സംതിങ് ന്യൂ അലോങ് വിത്ത് ഇറ്റ്. സോ ട്രേഡിംഗ് മാത്രമായിട്ട് ഒതുക്കുന്നില്ല. ഐ എം ഓൾസോ സ്റ്റാർട്ടിങ് എ സ്മോൾ ബിസിനസ്. എൻ്റെ പ്രീവിയസ് ലൈവ്, അതായത് കഴിഞ്ഞ ദിവസം ചെയ്ത ലൈവിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഒരു ചെറിയ ബിസിനസ്സോട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന്. ബിസിനസ് കേൾക്കുമ്പോൾ നിങ്ങൾ ഉടനെ ആലോചിച്ച് കൂട്ടണ്ട ഇനി ട്രേഡിംഗ് കോഴ്സ് വല്ലതും ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വല്ലതും സ്റ്റാർട്ട് ചെയ്യാനാണോ എന്നൊന്നും. നത്തിങ് ലൈക്ക് ദാറ്റ്. ട്രേഡിങ്ങുമായിട്ട് ബന്ധം ഉള്ളതൊന്നുമല്ല. ഇറ്റ്സ് എ ടീ ബിസിനസ് ദറ്റ് വി ആർ സ്റ്റാർട്ടിങ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പയ്യെ പറയാം. കാരണം ഇപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നടക്കുന്നേ ഉള്ളൂ. കമ്പനി LLP ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. സോ അതിൻ്റെ പ്രോസസ്സ് കുറച്ച് ഡിലേ ഉണ്ട്. ആൻഡ് ഞങ്ങൾക്ക് കുറച്ച് മണ്ടത്തരമൊക്കെ പറ്റിയിരുന്നു സ്റ്റാർട്ടിങ് രജിസ്ട്രേഷൻ സമയത്ത്. സോ അതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അതിൻ്റെ ശേഷമായിരിക്കും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് കറൻ്റ്ലി ഞങ്ങൾ അതിൻ്റെ പാക്കേജ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നേ ഉള്ളൂ. സോ ഓൾറെഡി റണ്ണിങ് ആണ്, അതിൻ്റെ പ്രോസസ്സ് റണ്ണിങ് ആണ്, ലോഞ്ച് ആകാറാകുന്നേ ഉള്ളൂ. സോ അതിനെക്കുറിച്ചും ബാക്കി ഡീറ്റെയിൽസ് ആയിട്ടും ഇനി കുറേ ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട്, കുറേ സർട്ടിഫിക്കേഷൻസ്, രജിസ്ട്രേഷൻസ് ഒക്കെ എടുക്കാനുണ്ട്. സോ അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റേഷൻസ് കാര്യങ്ങളും ഈ ചാനലിനകത്തുകൂടെ ചെയ്യാമെന്ന് ഓർത്തു. അലോങ് വിത്ത് ട്രേഡിങ്ങിന് ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള രീതിയിലേക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകാതെ ആ കൂട്ടത്തിൽ എന്തെങ്കിലും കൂടെ നമുക്ക് ആവശ്യത്തിന് സമയമുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ വൈകുന്നേരം മാത്രമേ ട്രേഡ് എടുക്കുന്നുള്ളൂ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സമയമുണ്ട്. സോ ആ സമയത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടും കൂടെ ചെയ്യണം എന്നോർത്തിട്ടാണ് ഇതുപോലത്തെ ഒരു ബിസിനസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെയും കൂടെ ഡോക്യുമെൻറ്റേഷൻ ആയിരിക്കും ഇനി തൊട്ട് ചാനലിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. വിച്ച് വുഡ് ബി മച്ച് മോർ എൻ്റർടൈനിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചുകൂടെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന ഓരോ ലെസൺസുമാണ് ഞാൻ ട്രേഡിങ്ങിനകത്ത് നിങ്ങൾക്ക് ഈ ചാനലിനകത്തൂടെ തരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഓൾ ദോസ് ഇൻഫർമേഷൻസ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്യാം, എന്തൊക്കെ ലൈസൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഓപ്പർച്യൂണിറ്റി ആവും. സോ യു വിൽ സീ മീ ബിൽഡ് എ ബിസിനസ് അലോങ് വിത്ത് ട്രേഡിംഗ് ഇൻ ദിസ് ചാനൽ. വെദർ ഐ ഫെയിൽ ഓർ നോട്ട് ഓഫ് കൺസേൺ, ബിക്കോസ് ട്രേഡിംഗ് പോലെ തന്നെ സ്ക്രാച്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. എനിക്കൊരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ല. ഞാൻ സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അതിനുശേഷം ഡിസൈൻ ഫീൽഡിലേക്കാണ് പോയത്. ഞാൻ ഡിസൈനിങ് ഒക്കെ ചെയ്യാൻ പഠിച്ചതൊക്കെ അവിടെ നിന്നായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ട്രേഡിങ്ങിനകത്തോട്ട് വരുന്നത്, വിച്ച് ഇസ് എ കരിയർ ഷിഫ്റ്റ്. പക്ഷേ ഡിസൈനിങ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഫ്രീലാൻസർ ഡിസൈൻ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ കൂട്ടത്തിൽ ഇപ്പോൾ ബിസിനസ്സായിട്ടും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലൈഫ് പാക്ഡ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ തന്നെ. ആൻഡ് ലെറ്റ്സ് സീ ഹൗ തിങ്സ് ഗോസ്. അതിൻ്റെ ഉള്ള അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ചാനലിനകത്തൂടെ. ഞാനൊരു ആർട്ടിസ്റ്റ് കൂടെയാണ്, വിച്ച് യു മൈറ്റ് നോട്ട് നോ. കുറച്ച് പേർക്കേ അറിയത്തുള്ളൂ ഞാൻ ആർട്ടിസ്റ്റ് കൂടെയാണെന്നുള്ള കാര്യം. ആർട്ടിസ്റ്റ് എന്നുള്ള പ്രൊഫഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈലിൽ നിന്നാണ് ഞാൻ ഡിസൈനിങ് എന്നുള്ളൊരു കരിയർ ചൂസ് ചെയ്യുന്നത്. സോ ഞാൻ പഠിച്ചത് ആനിമേഷൻ, ഗ്രാഫിക് ഡിസൈനാണ്. സോ ബീയിങ് എൻ ആർട്ടിസ്റ്റ്, ആ ഒരു ടാലൻറ്റ് കളയണ്ട എന്നോർത്തിട്ട്, അല്ലെങ്കിൽ അതിനോടൊരു ഇഷ്ടമുള്ളതുകൊണ്ട് ഡിസൈനിങ്ങിനകത്തോട്ട് കയറി. പിന്നെ അവിടെ നിന്നൊരു ജോലി കിട്ടി, അവിടെ നിന്ന് ആ ജോലിയിൽ നിന്ന് ഇറങ്ങി. ആൻഡ് അതിനുശേഷമാണ് ട്രേഡിങ്ങിനകത്തോട്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഡിസൈനിങ് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇഫ് യു ഡോണ്ട് നോ, ഇപ്പം നിങ്ങൾ പുതിയതായിട്ടാണ് ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഐ എം ഓൾസോ എ ഡിസൈനർ. അപ്പം ഡിസൈൻ വർക്ക്സിൻ്റെ കൂട്ടത്തിൽ ആണ് ട്രേഡ് ചെയ്യുന്നത്. സോ വിച്ച് ഇസ് ദ മീഡിയം വിച്ച് സപ്പോർട്ട്സ് മീ റൈറ്റ് നൗ. അങ്ങനെ ഒരുപാട് വർക്കൊന്നുമില്ല, പക്ഷേ ഇടയ്ക്ക് ഫ്രീലാൻസ് ആയിട്ട് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൈസ ഡിസൈനിങ്ങിനകത്തോടും കൂടെ എടുക്കുന്നുണ്ട്. സോ ഇനി തൊട്ട് ആർട്ടും കൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. മേ ബി യു വുഡ് ഓൾസോ സീ മീ ഡിസൈനിങ് സം തിങ്സ്. ഞാൻ ഒരു 8ാം ക്ലാസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ഹാബിറ്റാണ് ആർട്ട് വർക്ക്സ് എന്നുള്ളത്. സോ എനിക്കൊരു നല്ല മെൻറ്റർ ഉണ്ടായിരുന്നു, ഒരു നല്ല ടീച്ചർ ഉണ്ടായിരുന്നു സ്കൂളിൽ. ആൻഡ് ഹീ ഈസ് വൺ ടു ഈ ഒരു ലെവലിലേക്ക്, അല്ലെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ള ലെവലിലേക്ക് എന്നെ എത്തിക്കാൻ റീസൺ ആയിട്ടുള്ളത് പുള്ളിയാണ്. അതുമാത്രമല്ല, ഇവിടെ റൂമിൽ ഒരെണ്ണം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഫ് യു ക്യാൻ സീ ദിസ്, ഇത് ഞാൻ വരച്ച പടമാണ്. അത് ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നതാണ്. സോ ഡിസൈനിങ് എന്ന് പറഞ്ഞാലും ഇതൊന്നും ഞാൻ ഡിസൈൻ ചെയ്തതല്ല. ഇത് ആക്ച്വലി ലേഔട്ട് മാത്രമേ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. ഇതെല്ലാം ഞാൻ പിൻട്രസ്റ്റ് ചെയ്ത് എനിക്ക് തന്നെ റെസണേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പെയിൻറ്റിങ്സ് കാര്യങ്ങൾ എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് മാത്രം ഞാൻ AI യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്ത് എടുത്തൊരു കോൺസെപ്റ്റാണ്. ബാക്കിയെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ച് കുറച്ച് ഇമേജസ് വെച്ചിട്ടുണ്ടാക്കിയെടുത്ത വോളാണ്. പിന്നെ ഞാൻ കുറേ ബുക്സ് വായിക്കുന്ന കൂട്ടത്തിലാണ്. ഇതെല്ലാം സെൽഫ് ഡെവലപ്മെൻറ്റ് ബുക്സും ഈ ഫൈനാൻസിൻ്റെ കുറച്ച് ബുക്സും ബാക്കിയെല്ലാം സെൽഫ് ഡെവലപ്മെൻറ്റ് ബുക്സുമാണ്. ആൻഡ് അതുമാത്രമല്ല, ഇവിടെയും കുറച്ച് കളക്ഷൻസ് ഉണ്ട് ബുക്സിൻ്റെ. ഇതെല്ലാം. ആൻഡ് ഇതെൻ്റെ ഫ്രണ്ട് ദുബായിൽ നിന്ന് വന്നപ്പോൾ തന്ന, ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു പെയിൻറ്റിംഗ് ആണ്. ഇത് ഞാൻ വരച്ചല്ല, ഇതെൻ്റെ ഒരു ഫ്രണ്ട് എന്നെ മീറ്റ് ചെയ്യാൻ വന്നപ്പോൾ തന്നെ എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ്. ഇറ്റ് ഈസ് ഓൾസോ ഗുഡ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലൈറ്റ്. റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തതാണ്, വിച്ച് ഇസ് ഗുഡ്. പക്ഷേ ഇച്ചിരി ഡയറക്റ്റ് ഫേസിലേക്ക് അടിക്കാൻ പറ്റില്ല, ഭയങ്കര വെട്ടമാണ്. അതൊക്കെയാണ് ഇപ്പം കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് ഇതാണ്. ബട്ട് ഇത് മാറാറായി. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ചതാണ്. ഇപ്പോൾ കുറേ വർഷമായി.
ഒരു മാക്ബുക്കും ഒരു ഐഫോണും എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആൻഡ് അത് മാത്രമല്ല ക്യാമറ അപ്ഗ്രേഡ് ചെയ്യണം. ഞാനൊരു DJയുടെ Pocket 3 അല്ലെങ്കിൽ Pocket 4 നോക്കുന്നുണ്ട്. ഇനിത്തൊരു വ്ലോഗ് ചെയ്യാനാണ് പ്ലാൻ. അപ്പം കുറച്ചുകൂടെ യൂട്യൂബിനകത്ത് ഫോക്കസ് ചെയ്യാനാണ് പ്ലാൻ. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്യാമറ ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഞാനിപ്പോൾ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത്. ഐ റീസെൻ്റ്ലി ബോട്ട് ദിസ് ഫോൺ. റീസെൻ്റ്ലി അല്ല, കുറച്ച് നാളായി ആക്ച്വലി. പക്ഷേ നല്ല ഫോണാണ്. CMFൻ്റെ ഫോൺ 2 Pro ആണ് ഈ ഫോൺ. ആക്ച്വലി നല്ല ക്വാളിറ്റി ഉണ്ട് ആൻഡ് യൂസബിലിറ്റിയും കൊള്ളാം. അതുകൊണ്ട് തന്നെ പിന്നെ റേറ്റും അതിനനുസരിച്ച് ചീപ്പാണ്. 20,000 സംതിങ് വന്നുള്ളൂ. ഐഫോൺ എടുക്കായിരുന്നു, പക്ഷേ എനിക്ക് വേർത്തിട്ടായിട്ട് തോന്നിയില്ല. കാരണം വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം 1,00,000 രൂപ കൊടുത്ത്, എൻ്റെ ലോജിക്ക് ഇങ്ങനെയാണ് പോകുന്നത്. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം 1,00,000 രൂപ കൊടുത്ത് ഞാൻ എൻ്റെ ഐഫോൺ എടുക്കണോ, അതോ ആ സമയത്തിന് ക്യാമറ ആയിട്ട് തന്നെ DJയുടെ Pocket 3ക്ക് 60,000 അല്ലെങ്കിൽ 70,000 വരത്തുള്ളൂ. അപ്പോൾ ക്യാമറ ആയിട്ട് കിട്ടുകയും ചെയ്യും. അതിൻ്റെ ആയിട്ടുള്ള ഫങ്ഷനാലിറ്റി അതിനകത്ത് കാണും എന്നോർത്ത് അത് പർച്ചേസ് ചെയ്യാമെന്ന് ഓർത്തിരിക്കുന്നത്. ഇൻ കേസ് ഐ എം ബൈയിങ് എൻ ഐഫോൺ, ഇറ്റ് വുഡ് ബി ഫ്രം മൈ ഫണ്ടഡ് അക്കൗണ്ട്. അല്ലെങ്കിൽ ഞാൻ ഫണ്ടഡ് അക്കൗണ്ട് പാസ്സായി അകത്ത് നിൽക്കുന്ന പേ ഔട്ട് കൊണ്ട് മാത്രമേ ഞാൻ ഐഫോൺ എടുക്കത്തുള്ളൂ എന്ന് ഞാൻ എന്നോട് തന്നെ പ്രോമിസ് ചെയ്തൊരു കാര്യമാണ്. സോ അത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഐഫോണിനേക്കാളും മുന്നേ ചിലപ്പം മാക്ബുക്ക് എടുക്കും. പേ ഔട്ട് കിട്ടി അല്ലെങ്കിൽ പേ ഔട്ട് എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ മാക്ബുക്ക് ആയിരിക്കും ഫസ്റ്റ് പോയി എടുക്കുന്നത്. ബിക്കോസ് ട്രാവൽ ചെയ്യാനും കുറച്ചുകൂടെ കൊണ്ടുവന്ന് ട്രേഡ്സ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി തരുന്നത് അത് വെച്ചിട്ടാണ്. അതിനുശേഷമായിരിക്കും ഞാൻ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ. ഇപ്പോൾ ഇതിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഇതിന് കുഴപ്പമൊന്നുമില്ല. സോ എനിക്ക് ഉടനെ ഒരു ഐഫോൺ വേണം എന്നുള്ളൊരു ആഗ്രഹവുമില്ല. ഇൻ കേസ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ മാക്ബുക്കിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ സിസ്റ്റം ഒന്ന് മാറ്റിയതിന് ശേഷമായിരിക്കും അതിലേക്ക് മാറ്റുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഇപ്പം PC ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു PC ബിൽഡ് ചെയ്യാൻ ഒരു ആഗ്രഹം വന്നിട്ടുണ്ട്. കുറച്ച് ഗെയിമിംഗ് പരിപാടിയും കൂടെ, ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട് ഗെയിമിംഗ് പരിപാടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. സോ അതൊക്കെ റെഡിയാവും. ഇപ്പോഴത്തെ ഫോക്കസ് ട്രേഡിങ് നല്ല രീതിയിൽ കൊണ്ടുപോവുക, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുക. ദർ ഈസ് നോ വേ ഐ ക്യാൻ ഫെയിൽ എന്നുള്ള സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ മോഡലുണ്ട്. ഞാൻ ഓവർ ട്രേഡ് ചെയ്യുന്നില്ല. ഞാൻ ഒരു സെഷൻ മാത്രമേ ട്രേഡ് എടുക്കുന്നുള്ളൂ. 1-2 ട്രേഡ് മാക്സിമം. ഒരു ട്രേഡ് ഞാൻ നിർത്താറുണ്ട് നോർമലി. സോ 1-2 ട്രേഡ് മാക്സിമം ഒക്കെ എടുത്ത് ഇപ്പം ഞാൻ റീസെൻറ്റ് മന്തിൽ ഞാൻ ഒരു ട്രേഡ് വെച്ചിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ കുറച്ചുകൂടെ ബാലൻസ് ആയിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ട് പ്രോഫിറ്റബിൾ ആകുന്നില്ല എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ ടൈം അലൈൻ ചെയ്യാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെറിയ റിഫൈൻമെൻറ്റ് ചെയ്യാനുണ്ടായിരിക്കും. അതുകൊണ്ട് വല്ല ആയിരിക്കാം. ബട്ട് പ്രോഫിറ്റബിൾ ആകും എന്നുള്ളതിന് എനിക്ക് ഒരു സംശയമില്ല. ഞാൻ ഇത് ഫിഗർ ഔട്ട് ചെയ്യും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. സോ വി കീപ് ട്രൈയിങ്, അല്ലേ? എന്ത് കാര്യവും മാക്സിമം ട്രൈ ചെയ്ത് പരിശ്രമിച്ചിരുന്നാൽ ഒരു ദിവസം റിസൾട്ട് കാണാതിരിക്കില്ല. അതെൻ്റെ ലൈഫിൽ ഞാൻ പല സിറ്റുവേഷനിലായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു തോട്ടിൽ നിന്ന് ഞാൻ ഡീവേറ്റ് ചെയ്യത്തില്ല. ആരെത്രത്തോളം നെഗറ്റീവ് പറഞ്ഞാലും ഐ ആം ഗോണ കീപ് പെർസ്യൂയിങ് ദിസ് തിങ് ബിക്കോസ് ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് ഇൻ ലൈഫ്. സോ ഇത് തരുന്നൊരു ഫ്രീഡം ഉണ്ട്. ട്രേഡിങ് ജസ്റ്റ് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം മാത്രമല്ല തരുന്നത്, ടൈം, ലൊക്കേഷൻ, എവറിത്തിങ്. ഇപ്പം എനിക്കിപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചുമ്മാ ഇരിക്കാൻ പറ്റുന്നത് വൈകുന്നേരം ട്രേഡ് ഉണ്ട്, ആ സമയത്ത് മാത്രം എടുത്താൽ മതി എന്നുള്ളതുകൊണ്ടാണ്. ആ സമയത്ത് എനിക്ക് ഇത്രയും ടൈം ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഗ്രോ ചെയ്യുന്നുണ്ട്. സോ അത് മാത്രമല്ല, വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. പയ്യെ നിങ്ങളത് കാണിക്കാം. ദിസ് വിൽ ബി എ whole new process of documenting stuff that is going on in my life. അപ്പം ട്രേഡിങ്, ബിസിനസ്, ആർട്ട്, ഡിസൈൻ, ട്രാവൽ, വാട്ട് നോട്ട്, അല്ലേ? അത് ലൈഫിൻ്റെ ഫുൾ ആസ്പെക്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ വിൽ ബി ഡോക്യുമെൻറ്റിങ് എവറിത്തിങ്. സോ ബിഫോർ ഐ സ്റ്റാർട്ട് ദ ന്യൂ വീക്ക്, അതിന് മുന്നേ എൻ്റെ മൈൻഡ് കുറച്ച് ക്ലിയർ ചെയ്യാനുണ്ട്. ഞാൻ നോർമലി ഡിജിറ്റൽ ജേർണൽ ചെയ്യുന്ന കാര്യം നിങ്ങൾക്കറിയാം. ഞാൻ ഒരു നോഷനകത്തൊരു ജേർണൽ ഉണ്ടാക്കി അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബട്ട് അത് പോരാ. ചില സമയത്ത് നമ്മുടെ മൈൻഡ് ക്ലട്ടേർഡ് ആകുമ്പം, അല്ലെങ്കിൽ ടു മച്ച് ടു ഹാൻഡിൽ എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്തേനും, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ഔട്ട് ആകുമ്പോൾ, അല്ലെങ്കിൽ വീക്ക് ആയിട്ടിരിക്കുമ്പോൾ, എനിക്ക് കഴിഞ്ഞ ആഴ്ച കണ്ടിന്യൂസ് ലോസസ് ആയിരുന്നു. അപ്പം ഞാൻ റിയലി ഡൗൺ ആയി. അതിനുശേഷം കുറച്ചൊന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടി സമയമെടുത്തു. സോ നോർമലി ഞാൻ നെക്സ്റ്റ് വീക്കിലേക്ക് കയറുമ്പോഴത്തേനും അതിന് മുന്നേ ഞാനത് ഫിസിക്കലി ജേർണൽ ചെയ്ത് വെക്കാറുണ്ട്. സോ ദിസ് ഇസ് മൈ ജേർണൽ ദാറ്റ് ഐ യൂസ്. ഞാനൊരു ബുക്കിനകത്ത് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ട്. സോ നമ്മൾ എഴുതുമ്പോഴത്തേനും നമ്മുടെ മൈൻഡ് ക്ലിയർ ആവും. ആൻഡ് ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതും കൂടെ ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇഫ് യു ഡോണ്ട് ഹാവ് ദിസ് ഹാബിറ്റ് ഓഫ് ജേർണലിംഗ് ഡൗൺ, ഒരു ഫിസിക്കലി ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ തോട്ട്സും കൂടെ റിഫൈൻ ചെയ്യുക, എഴുതി വെക്കുക. ആൻഡ് ആസ്ക് യുവർ സെൽഫ് വാട്ട് ക്യാൻ ബി ഡൺ ഡിഫറെൻറ്റ്. എന്ത് ഡിഫറെൻ്റായിട്ട് ചെയ്താൽ നമുക്ക് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ച്
അതിനുള്ള ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ മേ ബി വിൽ ഇമ്പ്രൂവ് എ ലോട്ട്. അപ്പം നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കണമെന്നില്ല, നമ്മൾ തന്നെ തോട്ട്സ് നമ്മൾ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഒരു കണ്ണാടി നോക്കി സംസാരിക്കുകയോ ചെയ്താൽ നമുക്ക് റിഫൈൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. എൻ്റെ ഒരു ടെക്നിക്കാട്ടോ, ഞാനിത് യൂസ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ബുക്ക് അല്ലെങ്കിൽ ഒരു പേജെങ്കിലും എനിക്ക് എൻ്റെ തോട്ട്സ് ക്ലിയർ ചെയ്തെടുക്കണം. കാരണം കഴിഞ്ഞ ദിവസത്തെ ലോസസ് എന്നെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഈ ഒരു വീക്ക് കണ്ടിന്യൂ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും. സോ ഫ്രഷ് ആയിട്ടുള്ള മൈൻഡോടുകൂടി വേണം നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാനും. ആ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ക്ലിയർ മൈൻഡ് വേണം. സോ അതുകൊണ്ടാണ് ഞാൻ ഫിസിക്കലി ഒരു ബുക്കും കൂടെ എടുത്ത് വെച്ച് ജേർണൽ ചെയ്യാറ്. സോ എല്ലാ ദിവസവും ചെയ്യുമോ അല്ലെ എല്ലാ ആഴ്ചയും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്ക് മൈൻഡ് വീക്കായിട്ടുണ്ട് എന്ന് തോന്നുമ്പം ഞാനൊരു ബുക്ക് എടുത്ത് അത് എഴുതി തീർക്കും. സോ 6:30 ആകുന്നു. ഞാനൊരു സമയത്ത് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് ഞാൻ ആക്ച്വലി മാർക്കറ്റിലേക്ക് വന്ന് വാച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 മണിക്കാണ് ഇപ്പം നോർമലി വാച്ച് ചെയ്യുന്നത്. കാരണം അത് 9:30 ഓപ്പൺ ആകുന്ന ആ ഒരു സമയത്തായതുകൊണ്ടാണ് ആ സമയത്ത് വാച്ച് ചെയ്യുന്നത്. ന്യൂയോർക്ക് എടുക്കുമ്പോൾ ഞാൻ 9:30ക്ക് ശേഷമാണ് ട്രേഡ്സ് പ്ലാൻ ചെയ്യുന്നതും. സോ ഞാൻ വാച്ച് ചെയ്യുന്ന വേറെ കുറച്ച് പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സാണ്. മെയിൻലി ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ ഗോൾഡ് വാച്ച് ചെയ്യുന്നെങ്കിലും XAUSD അല്ല ഞാൻ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ നോക്കുന്നത് MGC1 ആണ്, മൈക്രോ ഗോൾഡ് ഫ്യൂച്ചേഴ്സ്. ഞാൻ കൂട്ടത്തിൽ ESU NQ ആണ് നോക്കുന്നത്. YM ഞാൻ ട്രേഡ് ചെയ്യാറില്ല, പക്ഷേ ജസ്റ്റ് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടൊക്കെയാണ് YM എടുത്തിരുന്നത്. സോ ഇത്രയും പേഴ്സാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ കറൻസി പേഴ്സായിട്ട് യൂറോ USDയും GBP ആണ് വാച്ച് ചെയ്യുന്നത്. ക്രിപ്റ്റോ വരുമ്പോഴത്തേനും ബിറ്റ്കോയിനും ഇതേറിയും വാച്ച് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യുന്നില്ല, കാരണം മാർക്കറ്റ് നല്ല ക്രാഷാണ്. ബിറ്റ്കോയിനൊക്കെ നല്ല താഴത്തേക്ക് പോയി നിൽക്കുമായിരുന്നു. ആൻഡ് ബാക്കി ഫ്യൂച്ചേഴ്സാണ് മെയിൻലി ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ മെയിനായിട്ട് എൻട്രി എടുക്കുന്നത് മിക്കതും MESനകത്താണ്, മൈക്രോ ഇമിനി S&P 500. NQനകത്ത് ചില സമയത്ത് മാത്രമേ എനിക്ക് സെറ്റപ്പ്സ് കാണാറുള്ളൂ. അതുകൊണ്ട് അതിനകത്ത് കയറുന്ന കുറവാണ്. കഴിഞ്ഞ മന്തൊക്കെ കയറിയപ്പം എനിക്ക് മെയിനായിട്ടും ESനകത്ത് തന്നെയാണ് എൻട്രീസ് കിട്ടിക്കൊണ്ടിരുന്നത്. ഓക്കെ, ദ ഡേ ഡിഡ്ന്റ് ഗോ ആസ് പ്ലാൻഡ്. ഒരു ചെറിയ മിസ്റ്റേക്ക് വരുത്തി, അതുകൊണ്ട് തന്നെ ലോസ് ക്ലോസ് ചെയ്യേണ്ടി വന്നു. എനിക്കൊരു ബിയറിഷ് ഡയറക്ഷൻ ആയിരുന്നു, പക്ഷേ 7 hour പ്രൊഫൈലൊക്കെ വെച്ചിട്ട് ഇറ്റ് വാസ് എ ബുള്ളിഷ് ഡയറക്ഷൻ ഓവറോൾ. അതിനെ റെസ്പെക്റ്റ് ചെയ്യാതെ ഞാൻ താഴത്തേക്ക് എടുത്തു. അതുമാത്രമല്ല 10 o'clock ശേഷം ഞാനൊരു കണ്ടിന്യൂവേഷൻ പ്രൊഫൈലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തില്ല. ഒരു 5 minute ടോപ്പിക്ക് വേണ്ടിയും കൂടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. ഇഫ് ഐ വുഡ് ഹാവ് വെയിറ്റഡ് ഹിയർ ഫോർ ദ ന്യൂ OB ടു ഫോം, ആ ട്രെയിനകത്ത് കയറത്തില്ലായിരുന്നു. പക്ഷേ കയറിപ്പോയി. എനിവേസ് ലോസ് അടിച്ചു. ഇന്നിനെ ട്രേഡൊന്നും എടുക്കുന്നില്ല. ഇറ്റ് കൈൻഡ് ഓഫ് സക്സ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തിട്ട് വൈകുന്നേരം വന്ന് ട്രേഡ് എടുക്കുമ്പോൾ അത് ലോസ് അടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. ആസ് യു നോ, നമുക്ക് ആക്ഷൻ എടുക്കാതിരിക്കുമ്പോഴത്തേനും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഫീലിംഗ് ഒക്കെ വരും. പക്ഷേ എനിക്ക് വൈകുന്നേരം മാത്രം ട്രേഡ് എടുത്താൽ മതി. ഞാൻ അത് കൺട്രോൾ വെക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ ട്രേഡ്സിൻ്റെ എണ്ണം കൺട്രോൾ വെക്കാനും കുറച്ചൊരു പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ടാണ് വൈകുന്നേരം മാത്രം എടുക്കുന്നത്. വെദർ ഇറ്റ്സ് എ വിൻ ഓർ ലോസ്, ഐ ജസ്റ്റ് ഷുഡ് അക്സെപ്റ്റ് വാട്ട് ഇറ്റ് ഇസ്. അല്ലാതെ അതിനെ ബേസ് ചെയ്ത് ഇമോഷണലായി വേറെ ട്രേഡ് എടുത്തിട്ടും കാര്യമില്ല. ഇന്ന് എൻ്റെ ഡയറക്ഷൻ തെറ്റി, എൻ്റെ അനാലിസിസ് തെറ്റായിരുന്നു. ആൻഡ് ഐ ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. ഞാൻ അതിന് റെസ്പോൺസിബിളാണ്. അതുകൊണ്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സോ ഡെയിലി പ്രൊഫൈൽ വെച്ച് നോക്കിയപ്പം എനിക്കത് ബിയറിഷായിട്ട് തോന്നി. ആൻഡ് ഒരു റിലേറ്റീവ് വീക്ക് ലോസ് താഴെ ഉണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ ഒരു കൺഫർമേഷനും കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ആ ട്രെയിനകത്ത് കയറത്തുമില്ലായിരുന്നു. സോ അത് നോട്ട് ഡൗൺ ചെയ്യുക, ജേർണൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ഇടയ്ക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേനും നല്ല രീതിയിൽ വിഷമം ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഐ വാസ് ഇമോഷണൽ. ആൻഡ് എൻ്റെ കലണ്ടർ ഇപ്പോൾ ബ്ലീഡ് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ നിങ്ങളെ അതുകൂടെ കാണിച്ചു തരാം. സോ ആസ് യു ക്യാൻ സീ, ജൂൺ തുടങ്ങിയിട്ട് എനിക്ക് ഒരൊറ്റ ഗ്രീൻ ഡേ പോലും ഇല്ല. എല്ലാം തന്നെ ലോസ് ആയിരുന്നു. ആൻഡ് ഇവിടെ എല്ലാം റിസ്ക് 250 കണ്ടർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് മൈ ഐഡിയൽ റിസ്ക് പ്ലാൻ. ഇപ്പോൾ കറൻ്റ്ലി പ്രൈസ് നമ്മൾ കുറച്ചൊന്ന് ഡൗൺ ആയിട്ടുണ്ട്. വീണ്ടും ഒരു 800 ആയിരുന്നു നമ്മുടെ മാക്സിമം എത്തിയ പ്രോഫിറ്റ് ആകുക, 843. അവിടെ നിന്ന് ഇവിടെ വരെ എത്തി. ജസ്റ്റ് റീഫ്രഷ് ഇറ്റ് അഗൈൻ. സോ ഇങ്ങനെയാണ് കറൻ്റ്ലി നിൽക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, വി ക്യാൻ കം ബാക്ക് ഫ്രം ദിസ്. നമ്മളൊരു $251 ഡ്രോ ഡൗണിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മുടെ ഡ്രോ ഡൗൺ അതിനനുസരിച്ച് ഇച്ചിരി മേളിലേക്ക് കയറിയിട്ടുണ്ട്. സോ $906 ഇനി ബാക്കിയുണ്ട്. സോ ആവശ്യത്തിന് ട്രേഡ് ഉണ്ട് ആക്ച്വലി. നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് മുന്നോട്ട് വരുവാണെങ്കിൽ. സോ ഇറ്റ്സ് ഫൈൻ, നമുക്ക് നോക്കാം. സോ ഇന്ന് ട്രേഡ്സ് ഒന്നുമില്ല. ജസ്റ്റ് അക്സെപ്റ്റിംഗ് ദാറ്റ് റെഡ് ഡേ ആസ് ഇറ്റ് ഇസ്. ഒരു ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എൻ്റെ കേസിൽ എനിക്കിപ്പം എൻ്റെ ഡയറക്ഷൻ തെറ്റിയാലോ അല്ലെങ്കിൽ എൻ്റെ സ്ട്രാറ്റജി വർക്കൗട്ട് ആകുന്നില്ല എന്ന് എനിക്ക് ഡൗട്ട് ചെയ്യേണ്ട
സിറ്റുവേഷൻ വന്നാൽ പോലും ഐ വിൽ ബി സ്റ്റിക്കിംഗ് ഓൺ ടു ദ സെയിം സ്ട്രാറ്റജി. പക്ഷേ ഞാൻ ഏറ്റവും പ്രൗഡായിട്ട് നിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇമോഷണലല്ല. ഇടയ്ക്ക് വിഷമം വരത്തില്ല എന്നൊന്നുമല്ല. ഇപ്പോൾ ലോസ് അടിക്കുമ്പോൾ വിഷമം ഒബ്വിയസ്ലി വരും. പക്ഷേ ആ വിഷമം വരുന്ന സാഹചര്യത്തിൽ എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യുന്നു, എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മെയിൻ തിങ്. ഞാൻ ഓവർ ട്രേഡ് ചെയ്യാൻ പോകാറില്ല. എനിക്ക് നാളെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നാളെ കയറാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഐ നോ ഇറ്റ് മൈ ടേക്ക് സം. ഇത് എന്തുകൊണ്ട് ഇത്രയും ലാഗ് അടിച്ച് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേനും അതിനുള്ള ഉത്തരം ഇതാണ്. ഐ എം ഓൺലി ടേക്കിംഗ് 1 trade പെർ ഡേ, അല്ലെങ്കിൽ മാക്സിമം 2 trades. ഇപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കൊണ്ട് തോന്നുവാണ്, ഇനിയും സമയമുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഫോം ചെയ്തെന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ അടുത്തൊരു ട്രെയിനകത്തൊരു കയറത്തുള്ളൂ. അല്ലെങ്കിൽ ഐ ജസ്റ്റ് ക്ലോസ് ഇറ്റ് ഫോർ ദ ഡേ ആൻഡ് അടുത്ത ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇന്നത്തെ കേസിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. സോ ലോസ് അടിച്ചു, എൻ്റെ ഡയറക്ഷൻ തെറ്റി. ഐ എം നോട്ട് ഗോണ റിവെഞ്ച് ട്രേഡ് ഓർ ഓവർ റിയാക്ട് ടു വാട്ട് ജസ്റ്റ് ഹാപ്പൻഡ്. അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, ആൻഡ് എൻ്റെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതനുസരിച്ച് വീണ്ടും മുന്നോട്ട് പോകുന്നു. സോ വി ആർ എൻഡിങ് മൺഡേ ആസ് എ റെഡ് ഡേ. ഇറ്റ്സ് ട്യൂസ്ഡേ ആൻഡ് രാവിലെ ജിമ്മിൽ പോയിട്ടാണ് ഞാൻ സാധാരണ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. എണീറ്റ് വന്നേ ഉള്ളൂ, നല്ല തണുപ്പും. ഇടുക്കിയിലായതുകൊണ്ട് ഒരു മഴ പെയ്താൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ കട്ടപ്പനയ്ക്കും കുമളിക്കും ഇടയ്ക്കാണ്. സോ ഈ ഒരു ഏരിയ ഇച്ചിരി തണുപ്പുള്ള സ്ഥലം കൂടിയാണ്. ഐ മീൻ കമ്പാരിറ്റീവ്ലി മൂന്നാറൊന്നും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത്ര ലെവലൊന്നുമില്ല. പക്ഷേ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. രാവിലെ ജിമ്മിൽ പോകാൻ നല്ല മടിയുമാണ്, എണീറ്റ് വരണ്ടേ. ഭയങ്കര ജിമ്മിൽ പോയിട്ട് വരാം. ഇന്നിനി രാവിലെ എനിക്ക് വേറെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ചുമ്മാ ഇരിക്കുകയാണ്. സോ ചുമ്മാ ഇരിക്കണ്ട, നമുക്ക് പടം വരയ്ക്കാം. ഇന്നെനിക്ക് ട്രേഡ്സ് ഒന്നുമില്ല. ട്യൂസ്ഡേ ഞാൻ അങ്ങനെ തന്നെ ക്ലോസ് ചെയ്യുവാണ്. എൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഐഡിയൽ സെറ്റപ്പ് ഫോം ചെയ്തില്ല. ഞാൻ 10 o'clock ശേഷം ഒരു റിവേഴ്സൽ പ്ലാൻ ചെയ്തിരുന്നു. താഴത്തേക്ക് ഒരു മൂവ് കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തു, വിച്ച് ഡിഡ് ഡെലിവർ. പക്ഷേ ആ സമയത്ത് എൻ്റെ സെറ്റപ്പ് ഫോം ചെയ്തില്ല. 3 minute എൻട്രി എടുത്തിരുന്നെങ്കിൽ സ്റ്റോപ്പ് ഇച്ചിരി കൂടുതലായിരുന്നു. ആൻഡ് എൻ്റെ ഒരു ഐഡിയൽ പ്ലാൻ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻട്രി ചെയ്യാൻ പോയില്ല. ഇറ്റ്സ് ഓക്കെ, നമുക്ക് നാളെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഒരു ദിവസം ഒരു ട്രേഡ് എടുത്തില്ലെന്ന് പറഞ്ഞും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് നാളെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളത് മറന്നു പോകാതെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇൻ കേസ് റഷ് ചെയ്ത് ഇന്ന് എനിക്കൊരു ട്രേഡ് വേണം എന്ന് വിചാരിച്ച് പോയി കയറി കഴിഞ്ഞാൽ അത് ലോസ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് വി വിൽ നോട്ട് ബി ഫോളോയിങ് അവർ സിസ്റ്റം. നമ്മൾ ആ ഇമോഷൻ്റെ ബേസിലായിരിക്കും പോയി എൻട്രി ചെയ്യുന്നത്, വിച്ച് ഈസ് ടു ബി അവോയ്ഡഡ്. അതുകൊണ്ട് തന്നെ നോ ട്രേഡ്സ് ഫോർ മീ. ഇങ്ങനെ ഞാൻ ഇന്ന് ക്ലോസ് ചെയ്യുവാണ്. ഞാൻ വേണമെങ്കിൽ ചാർട്ട് കാണിച്ചു തരാം. ലൈക്ക് ആ ഒരു ഐഡിയൽ പ്ലാൻ ഉണ്ടായിരുന്നു. സോ ഞാനൊരു കോമ്പറ്റീഷൻ അക്കൗണ്ടിനകത്ത് കയറിയിട്ടുണ്ട്. ഫണ്ടി ബീപ്സിനകത്ത് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ അക്കൗണ്ട്സ് എടുത്ത് ലൈക്ക് ഓരോ മന്തിൻ്റെയും കോമ്പറ്റീഷൻസ് ഉണ്ട്, അതിനകത്ത് നമുക്ക് എൻട്രി എടുക്കാം. സോ നമുക്ക് ഫ്രീ ആയിട്ട് ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യണമെന്നില്ല, ഡെമോ ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ. ആൻഡ് പ്രോഫിറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ മോഡലിൽ നമുക്ക് ലൈവായിട്ട് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് നോക്കാമെന്നാണ്. സോ ഞാൻ അതിനകത്തൊരു 100K ഒരു അക്കൗണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിനകത്ത് ഇന്ന് ഞാൻ ഗോൾഡിലൊരു എൻട്രി എടുത്തു, വിച്ച് ഡിഡ് വർക്ക് ഔട്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. സോ ഇതാണ് ഗോൾഡിലെടുത്ത ആ ട്രേഡ്. നമുക്ക് ഇവിടെ നിന്നൊരു റിവേഴ്സൽ, ഡെയിലി ഹൈയിൽ ഈക്വൽ ഹൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തതിന് ശേഷം താഴത്തേക്ക് ഒരു റിവേഴ്സൽ പ്രൊഫൈൽ തന്നു. 10 o'clock ശേഷം ഒരു 10:25 കഴിഞ്ഞ് 10:30 ഒക്കെ ആയപ്പോഴത്തേനും നമുക്ക് താഴത്തേക്ക് ഡ്രോപ്പ് വന്നു. 3 minute നമ്മളിവിടെ നിന്നൊരു ഈ ഇൻവേർഷൻ കഴിഞ്ഞപ്പോഴത്തേനും ലൈക്ക് എനിക്ക് താഴത്തേക്ക് പോകുന്ന അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈക്ക് അങ്ങനെ ഒരു ബയസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്ത് നേരത്തെ തന്നെ എൻട്രി എടുത്തു.
ആൻഡ് അക്കൗണ്ട് കാണിച്ചു തരാം. ക്ലോസ്ഡ് പൊസിഷൻ വി ഹാവ് 3000 1:3 RR ആണ് ബുക്ക് ചെയ്തത്. 3 മണ്ടേ ഉണ്ടായിരുന്നു. സോ വി ആർ അപ്പ് ബൈ $2,000 ഇൻ ദിസ് അക്കൗണ്ട്. അതിന് മുന്നേ കുറച്ച് ലോസസ് ഒക്കെ എടുത്തായിരുന്നു അക്കൗണ്ടിനകത്ത്. ബട്ട് അതിനുശേഷം നമുക്ക് പിന്നെ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റി. ദിസ് ഇസ് ഗുഡ്. സോ അതായിരുന്നു ഈ ആഴ്ച ഞാൻ എടുത്തൊരു പ്രോഫിറ്റ് ഹിറ്റ് ചെയ്തൊരു ഇതായിരുന്നു ട്രേഡ്. പിന്നെ എനിക്കിനകത്താണേലും എൻട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു. ES-നകത്തും എൻട്രി ശരിക്കും ഇവിടെ നിന്നൊരു എൻട്രി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ നമുക്ക് ഇത്രയും സ്റ്റോപ്പ് വരുമ്പോഴത്തേനും ടാസ്ക് ആയതുകൊണ്ട് ഞാൻ കയറിയില്ല. ആൻഡ് 1:2 1:2 ഈസ് ഹിയർ. അപ്പം ഇത് നല്ലൊരു എക്സ്പാൻഷൻ തന്നിട്ട് ഇത്രയും റീട്രേസ്മെൻറ്റും എടുത്തു. പിന്നെ നല്ലൊരു എക്സ്പാൻഷൻ അല്ലാണ്ട് പിന്നെ കയറാനും പോയില്ല. അടുത്തൊരു ക്യാനിൽ നാളെ തന്നെ നോക്കാമെന്ന് ഓർത്തു. 1:2 ഉണ്ടായിരുന്നു. ബട്ട് അവിടെ മാനേജബിൾ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഐഡിയൽ പ്ലാൻ അനുസരിച്ച് കിട്ടാഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഒരു 3 മിനിറ്റിലെങ്കിലും സ്ട്രക്ചർ താഴത്തേക്ക് തരുമായിരുന്നെങ്കിൽ, ഇപ്പോൾ 3 മിനിറ്റ് ക്ലോസ് ചെയ്താണെങ്കിലും ഇവിടെയാണല്ലോ. സോ അറ്റ്ലീസ്റ്റ് ഒരു ഇവിടെ സംതിങ് എൻട്രി തരുന്ന രീതിയിൽ ക്ലോസ് ചെയ്യുമായിരുന്നെങ്കിൽ എൻട്രി എടുത്തേനെ. അതുവരെ വാച്ച് ചെയ്തായിരുന്നു, പിന്നെ കയറിയില്ല. വിച്ച് ഇസ് ഫൈൻ. നാളത്തെ നോക്കാം. ഇന്നിപ്പം ഡയറക്ഷൻ ശരിയായിരുന്നു. ഇതിൻ്റെ കേസിലും ഡെയിലി പ്രൊഫൈലായിരുന്നു. ഐ മീൻ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്തോട്ട് കയറി. അവിടെ നിന്നാണ് പ്രൈസ് റിജക്റ്റ് ചെയ്ത് താഴെ പോയി ഡെയിലി ലോയിലേക്ക് മൂവ് ചെയ്തേക്കുന്നത്. സോ ഇൻറ്റേർണൽ റേഞ്ച് ടു എക്സ്റ്റേണൽ റേഞ്ച് എന്നുള്ള രീതിയിലാണ് പ്രൈസ് പോയേക്കുന്നത്. ഇറ്റ്സ് വെനസ്ഡേ മോർണിംഗ്. ഒരേ റുട്ടീനാണ്. എല്ലാ ദിവസവും ഒരേ രീതിയിലാണ് പോകുന്നത് ലൈഫ്. സോ നിങ്ങൾക്ക് എക്സൈറ്റഡ് ആയിട്ടൊന്നും കാണുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഐ എം സോറി ഫോർ ഇറ്റ്. ഇതേ ഡിസിപ്ലിനാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ലൈഫിനകത്ത്. കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. സോ ട്രേഡിങ്ങിനകത്ത് മാത്രമല്ല, വെൻ യു ഡു എനിത്തിങ് ഇൻ ലൈഫ് അതിനകത്തെല്ലാം ആ ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. സോ ഞാൻ രാവിലെ എഴുന്നേറ്റ് ജിമ്മിൽ പോകുന്നു, തിരിച്ചു വരുന്നു, എൻ്റെ വർക്ക് ചെയ്യുന്നു, വൈകുന്നേരം ആകുമ്പോൾ ഇരുന്ന് ട്രേഡ് ചെയ്യുന്നു. ഇത് തന്നെയാണ് എൻ്റെ ലൈഫിൽ എല്ലാ ദിവസവും നടക്കുന്ന കാര്യം. അതിൻ്റെ ഡിഫറൻസ് ഒന്നുമില്ല. ഇറ്റ് മൈറ്റ് ഫീൽ ലൈക്ക് എ ലൂപ്പ് അൺടിൽ യു മേക്ക് ഇറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് വൺസ് യു സ്റ്റാർട്ട് ഏർണിങ് മണി യു ക്യാൻ എക്സ്പ്ലോർ മോർ. അതുവരെ ഹാർഡ് വർക്ക് ചെയ്യുക, സൈലൻ്റായിട്ട് ഹസിൽ ചെയ്യുക എന്ന് പറഞ്ഞ് ഫുൾ ടൈം റൂമിനകത്തിരിക്കണമെന്നല്ല. എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വരുമ്പോഴത്തേനും ഞാൻ പുറത്ത് പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യാനും ശ്രമിക്കാറുണ്ട്. പക്ഷേ അത് എപ്പോഴും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഫാക്ടർ എപ്പോഴും ട്രേഡിങ്ങിനകത്ത് വരില്ല. ട്രേഡിങ് ഈസ് ബോറിങ് സംടൈംസ്. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തിട്ടാണ് വൈകുന്നേരം മാർക്കറ്റിൽ കയറി. കാരണം ഒരു സെക്ഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ രാവിലത്തെ സെഷനിൽ ഇരുന്ന് ട്രേഡ് എടുക്കാം. ബട്ട് ഐ എം നോട്ട് ഡൂയിങ് ദാറ്റ് ബിക്കോസ് എനിക്ക് ചാർട്ട് ടൈം കുറയ്ക്കണം, വേറെ കുറച്ച് കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ ഹെൽപ്സ് മീ മെൻ്റലി. ഡ്രെയിൻഡ് ആവില്ല. അതുകൊണ്ട് തന്നെ നല്ല എക്സിക്യൂഷൻസ് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ഇന്നലത്തെ കേസിൽ എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയില്ല, വിച്ച് ഇസ് ഫൈൻ. ഇന്ന് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ന്യൂ ഡേ ന്യൂ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. സോ വെനസ്ഡേ ആയിട്ടുണ്ട്. മിഡ് വീക്ക് ഇനി ഒരു 3 ദിവസത്തോടെ, ഇന്നും കൂടെ കൂട്ടി 3 ദിവസത്തോടെ. സോ ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ് ആൻഡ് ഹോപ്പ്ഫുള്ളി വിൽ ഗെറ്റ് സം ഗുഡ് ട്രേഡ്സ്. വെയിറ്റ് ചെയ്യുക, പേഷ്യൻ്റ് ആയിട്ട് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. സോ ഇന്ന് ഞാൻ രാവിലെ ജിമ്മിലേക്ക് പോയേക്കണം. വന്നിട്ട് ബാക്കി ഇന്നത്തെ കുറച്ച് വർക്ക് കാര്യങ്ങളുണ്ട്. ഇന്നലെ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് കുറച്ച് വർക്കുണ്ട്, അത് ചെയ്യണം. നമുക്ക് നോക്കാം എങ്ങനെ ഈ ഡേ മുന്നോട്ട് പോകുമെന്ന് നോക്കാം. ഐ ഡോണ്ട് ഹാവ് എനി പ്ലാൻസ് ലൈക്ക് ദാറ്റ്. സോ എങ്ങനെ ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ കാണിക്കണം എന്നുള്ളത് ഞാൻ പയ്യെ ഫിഗർ ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ. ജിമ്മിൽ പോകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇത് മൾട്ടി വിറ്റാമിൻ, ഇത് ഫിഷ് ഓയിലും ഇത് മൾട്ടി വിറ്റാമിനും ആണ്. ഇതിപ്പം സ്ഥിരം കഴിക്കാറൊന്നുമില്ല, ഇടയ്ക്ക് മറന്നു പോകും എൻ്റെ കാര്യം. ആൻഡ് പിന്നെ ഉള്ളത് ക്രിയാറ്റിനാണ്. ഇപ്പം സെക്കൻഡ് ടിന്നാണ്. ഞാൻ എറണാകുളത്തായിരുന്നപ്പോഴത്തേനും അവിടെ വാങ്ങിക്കുമായിരുന്നു. പിന്നെ അവിടെ വെച്ച് നിർത്തി, അതധികം യൂസ് ചെയ്യാറില്ല. പിന്നെ വേയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ക്രിയാറ്റിൻ കുറച്ചുകൂടെ എനിക്ക് ലിഫ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ന്യൂട്രാസേർജ് ആണ് യൂസ് ചെയ്യുന്നത്. ജിമ്മിൽ പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് തന്നെ എടുത്തു തരും. സോ നോട്ട് എ സ്പോൺസർഡ് വീഡിയോ ബൈ ദ വേ. സോ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ
ട്രേഡിംഗ് എന്നുള്ളത് അല്ലാതെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ആർട്ട് ആൻഡ് ഡിസൈനാണ്. ബൈ പ്രൊഫഷൻ ഡിസൈനറാണ്. സോ എനിക്ക് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ഡിസൈൻ വർക്ക്സ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്ലയൻറ്റിൻ്റെ വർക്ക് ഇപ്പോൾ പെൻഡിങ് ഉണ്ട്, അത് ചെയ്ത് കൊടുക്കണം. സോ ഇന്നത്തെ രാവിലത്തെ പരിപാടി അതാണ്. ഞാൻ ആക്ച്വലി ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈനാണ് പഠിച്ചത്. സെയിൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മീഡിയ വില്ലേജ് എന്ന് പറയുന്ന ഒരു കോളേജുണ്ട് ചങ്ങനാശ്ശേരിയിൽ. അവിടെയാണ് ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അവിടുത്തെ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ജോലിക്ക് കയറി. എനിക്ക് അവിടുന്ന് പ്ലേസ്മെൻറ്റ് കിട്ടി, പക്ഷേ അവിടെ പോയില്ല. ഞാൻ വേറെ അപ്ലൈ ചെയ്ത് തന്നെ ഒരു കിടുക്ക് ജോലി ഒപ്പിച്ചെടുത്തു. അതിനുശേഷം ഒരു 10 മാസം വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവിടുന്ന് ഇറങ്ങി. അങ്ങനെയാണ് ട്രേഡിങ്ങിനകത്തോട്ട് വരുന്നത്. പക്ഷേ ഇപ്പോഴും ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട്, ബിക്കോസ് എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അന്നേരം ഫ്രീലാൻസ് വർക്കൊക്കെയാണ് ചെയ്യുന്നത്, വിച്ച് ഇസ് ഫൺ. എൻ്റെ ഡിസൈൻ സ്കില്ല് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് സ്കില്ല് കളയണ്ട എന്നുള്ള രീതിയിൽ അതിൻ്റെ ഡിസൈനിങ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റ് ചെയ്യണം എന്നുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്. ഫോർ ദ ടീ ബ്രാൻഡ് ദാറ്റ് ഐ ആം സ്റ്റാർട്ടിങ്. അതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സാണ് ചെയ്യുന്നത്. ബിക്കോസ് ഞങ്ങൾക്ക് ആ ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് വേറെ കോണ്ടൻറ്റ് ക്രിയേഷൻ അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങൾ തന്നെ ഉണ്ടല്ലോ. സോ ഇന്നത്തെ രാവിലത്തെ പരിപാടി ഏതാണ്? ഐ ഷുഡ് ഗെറ്റ് ബാക്ക് ടു വർക്ക്. സോ ഞാൻ മെയിനായിട്ടും ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പും ഇല്ലുസ്ട്രേറ്ററും ഫിഗ്മ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളെ ഡിസൈൻ ഫയൽ കാണിക്കണമെന്നുണ്ട്, പക്ഷേ ക്ലൈൻറ്റ് വർക്ക് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. സോ അപ്രൂവലിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഒരു 2-3 കോപ്പി ചെയ്ത് കൊടുക്കേണ്ടി വന്നു. ബട്ട് ലെറ്റ്സ് വെയിറ്റ്. സോ ഇതാണ് എൻ്റെ ബിഹാൻസ് പ്രൊഫൈല്. ബിഹാൻസിനകത്ത് എൻ്റെ ഡിസൈൻ വർക്കൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ശരി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അധികമൊന്നുമില്ല, ഞാൻ പിന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇത് 2022 എനിക്ക് ആ ജോലി കിട്ടിയതിന് ശേഷം ഞാൻ 1-2 പ്രൊജക്റ്റ് അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊന്നും ചെയ്തിട്ടില്ല. സോ ഞാൻ ഡിസൈൻ ചെയ്യുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചെന്നുള്ളൂ. മെയിനായിട്ട് ഞാൻ UI UX വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെയാണ്, വെബ്സൈറ്റ് ആപ്പൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഡിസൈൻ ചെയ്യുന്നത്. ബട്ട് ഗ്രാഫിക് ഡിസൈനാണ് ഇപ്പം മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഡിസൈൻ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ബ്രാൻഡ് പോസ്റ്റേഴ്സ്, ക്യാമ്പയിൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, ഞാൻ ഇന്നൊരു ട്രേഡ് എടുത്തു. എനിക്ക് ആക്ച്വലി 2 ട്രേഡ് ഐഡിയാസ് ഉണ്ടായിരുന്നു. ഇതായിരുന്നു ആദ്യത്തെ ട്രേഡ് ഐഡിയ. പക്ഷേ അന്നേരം ഇവിടെ ഒരു 30 മിനിറ്റ് ഫെയർ വാല്യൂ ക്യാപ്പ് ഉണ്ടായതുകൊണ്ട് അത്രയ്ക്ക് കോൺഫിഡൻറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അത്ര കയറിയില്ല. അത്ര കയറിയെങ്കിൽ 1:2 അടിച്ചേനെ. ഞാനിപ്പം അത് കഴിഞ്ഞിട്ട് പുതിയ 11 o'clock ക്യാൻഡിൽ ഓപ്പൺ ആയിട്ടുള്ള 5 മിനിറ്റ് ഒബിയിൽ കയറിയപ്പം പ്രൈസ് തിരിച്ച് റിവേഴ്സ് ചെയ്തു. ഞാൻ ബ്രേക്കിങ്ങിൽ ഇറങ്ങി. സോ ഇന്നിനി വേറെ ട്രേഡ്സ് ഒന്നുമില്ല. എനിക്ക് ഒരു ബ്രേക്കിങ് ട്രേഡാണ് ഇന്ന് കിട്ടിയത്. 15 മിനിറ്റിൽ ഞാൻ എൻട്രി എടുക്കുമായിരുന്നെങ്കിൽ കുറച്ച് മുന്നേ നിങ്ങളെ കാണിച്ച ആ ട്രേഡ് വർക്കൗട്ടായേനെ. ഇതായിരുന്നു ആ ട്രേഡ്. 15 മിനിറ്റ് ഈ 4 hourൻ്റെ ഫെയർ വാല്യൂ ക്യാപ്പിൽ നിന്ന് റിയാക്ട് ചെയ്തിട്ട് താഴത്തേക്കൊരു ചേഞ്ച് സെറ്റ് ആയിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ കയറുന്നു. സ്റ്റോപ്പ് ഈ ഹൈയിൽ 1:2 കിട്ടി. ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്തായിരുന്നു. പക്ഷേ അന്നേരം ഇവിടെ ഒരു 30 മിനിറ്റ് ഫെയർ വാല്യൂ ക്യാപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് റിയാക്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. എനിക്കും അതിനകത്ത് വന്നുമില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ കൺഫർമേഷൻ എടുത്തിട്ട് കയറാം, അല്ലെങ്കിൽ അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആയിട്ട് അതിൻ്റെ ഒബിയിൽ കയറാമെന്ന് ഓർത്ത് വെയിറ്റ് ചെയ്തതാണ്. പിന്നെ പ്രൈസ് അങ്ങ് റൺ ചെയ്തു. സോ ഇന്നിനി ചേസ് ചെയ്യുന്നില്ല. ചിലപ്പോൾ എനിക്ക് കയറി പോകും, അല്ലെങ്കിൽ ഇറങ്ങി വരും. ഇവിടുന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്കിനകത്ത് തിരിച്ച് റീടാപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇവിടെ നിന്ന് എൻട്രി എടുത്തത്. സോ ഈ ലോ എടുക്കാൻ ചാൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ കയറുന്നില്ല. അതിന് YM ആയിട്ടൊരു SMT ഉണ്ടായിരുന്നു. YM ആക്ച്വലി നല്ല രീതിയിൽ ഡെലിവർ ചെയ്തു. YM ഇന്ന് വീക്കായിരുന്നു. YM കയറിയതിൽ ഇച്ചിരി ബെറ്റർ എൻട്രി കിട്ടിയാനെ. പക്ഷെ ഒരു ബയസ് ഫോം ആയപ്പോഴത്തേനും 10:30 കഴിഞ്ഞ് 11 എടുക്കാറായിരുന്നു. അതുകൊണ്ട് പിന്നെ YM-നകത്ത് കയറിയില്ല. ഇന്ന് എനിക്ക് ട്രേഡ്സ് ഒന്നുമില്ല. നാളെ നോക്കാം ഇനി. ഇതാണ് ഞങ്ങളുടെ ടൗണ്. ഇത് കുമ്പളിക്കും കട്ടപ്പനയ്ക്കും ഇടയ്ക്കുള്ളൊരു ഏരിയ ആണ്. 8-ാം മൈൽ എന്നും അറിയപ്പെടും, അണക്കര എന്നും അറിയപ്പെടും. ഇവിടെ ഒരു ഫേമസ് ധ്യാന കേന്ദ്രമുണ്ട്, ഒരു സ്കൂളുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ട്. മരിയൻ റിട്രീറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഫാദർ ഡൊമിനിക് വാളമനാലിൻ്റെ ഒരു ധ്യാന കേന്ദ്രമുണ്ട്. സെക്കൻഡ് സാറ്റർഡേയ്സ് ഒക്കെ ഫസ്റ്റ് സാറ്റർഡേയ്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. സോ ഇതിനടുത്താണ് നമ്മുടെ പാക്കിംഗ് സ്ഥലം വരുന്നത്. ഇവിടെയാണ് നമ്മൾ തേയില
പാക്ക് ചെയ്യുന്നത്. ഇത് അപ്പനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചൊരു ബിസിനസ്സാണ്. ഇപ്പം കറൻറ്റ്ലി ഞാനും കൂടെ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു പാക്കിങ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്തിരുന്നത്. സോ വാഗമൺ ഗ്രീൻ ഹിൽസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സെല് ചെയ്യുന്നത്. ഇതൊരു ഓൾമോസ്റ്റ് 6 ഡിസ്ട്രിക്ട്സിനകത്ത് കൊടുക്കുന്നുണ്ട്. 6 ജില്ലയിൽ നമ്മൾ ഓൾറെഡി സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 100 ഗ്രാമിൻ്റെ പാക്കറ്റും ഉണ്ട്, 250 ഗ്രാമിൻ്റെ പാക്കറ്റും ഉണ്ട്. ഇതാണ് 250 ഗ്രാമിൻ്റെ പാക്കറ്റ് വരുന്നത്. നമ്മളിവിടെയാണ് മെയിനായിട്ട് പാക്കിങ് ചെയ്യുന്നത്. ആണ് മെഷീനറി വരുന്നത്. ഇത് സീലിംഗ് മെഷീനും അത് ബാർകോഡ് എൻ്റർ ചെയ്യുന്ന മെഷീനാണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് പ്രിൻറ്റ് ചെയ്യാനുണ്ട്, കവർ പ്രിൻറ്റ് ചെയ്ത് ബാർകോഡ് എൻ്റർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുതിയ മെഷീൻ വന്നിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ഞങ്ങൾ ഇതൊരു റീബ്രാൻഡഡ് വേർഷൻ ഇറക്കുന്നുണ്ട്, വിച്ച് ഇസ് ദ കമ്പനി ദാറ്റ് ഐ എം രജിസ്റ്ററിങ്, LLP ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. സോ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അന്നേരം വേറൊരു മെഷീനും കൂടെ എടുക്കാൻ നോക്കും. മറ്റേ ഹാൻഡ് പ്രിൻറ്റഡ് സാധനമുണ്ട്, ബാച്ച് കോഡ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഓൾറെഡി നമ്മൾ ടീ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇതിപ്പം റീറ്റെയിലായിട്ടാണ് ചെയ്യുന്നത്. സൂപ്പർ മാർക്കറ്റ്സ് വഴി മാത്രമേ ഇത് അവൈലബിൾ ഉള്ളൂ. സോ കേരളത്തിൽ 6 ജില്ലകളിൽ നമ്മൾ ഓൾറെഡി സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മളിനി എക്സ്പാൻഡ് ചെയ്യാനും പ്ലാൻ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക്. ഇത് നേരത്തെ എന്ന് പറഞ്ഞാൽ റൂട്ടിൽ ഡയറക്റ്റ് പോകുമായിരുന്നു, പോയി കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പം അതൊന്ന് സോർട്ട് ആയിട്ടുണ്ട് ഇപ്പം. അപ്പം പയ്യെ ഇനി അടുത്ത ജില്ലകളിലേക്കും കൂടെ എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇടുക്കിയിൽ ഇത് കൊടുക്കുന്നില്ല, കാരണം ഏലക്ക ഇവിടെ ഈസിലി അവൈലബിൾ ആയതുകൊണ്ടും ആൾക്കാർക്ക് ഏലക്ക ചായ കുടിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടും ഇത് ഇടുക്കി കൊടുക്കുന്നില്ല. നമ്മൾ മെയിനായിട്ടും ബാക്കി ജില്ലകൾ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പിന്നെ 1-2 ജില്ലയും കൂടെ ഉണ്ട്. സോ അവിടെയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. സോ നിങ്ങളുടെ നിയറസ്റ്റ് സൂപ്പർ മാർക്കറ്റ്സിൽ ഇത് അവൈലബിൾ ആയിരിക്കും, പോയി ഒന്ന് അന്വേഷിച്ച് നോക്കാം. വാഗമൺ ഗ്രീൻ ഹിൽസ് എന്നാണ്. ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത പാക്കറ്റാണ്. ഇതാണ് പാക്കറ്റ്. നിങ്ങൾ പോയി അന്വേഷിച്ച് നോക്കുക ഇഫ് യു വോണ്ട് ടു ഗിവ് ഇറ്റ് എ ട്രൈ. സോ ഇതിൻ്റെ ഒരു ഡയറക്റ്റ് ടു കസ്റ്റമർ ബ്രാൻഡ് അല്ലെങ്കിൽ D2C ബ്രാൻഡാണ് നമ്മൾ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഓൺലൈനായിട്ട് മാത്രം സെല് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എക്സ്പോർട്ടിങ് അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിയും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം എന്ന് ഓർത്തിട്ടാണ് ഓൺലൈൻ ബ്രാൻഡായിട്ടും കൂടെ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റീബ്രാൻഡിങ് വേണം എന്ന് തോന്നി പുതിയൊരു LLP ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിനകത്ത് എൻ്റെ ഫാദറും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഇൻവോൾവ് ആണ്. ഞങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പരിചയമില്ല, അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല. അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ടും ഒരു ബിസിനസ് റൺ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന കാര്യമാണ് ഈ D2C ബ്രാൻഡായിട്ട്. നമ്മൾ റീബ്രാൻഡ് ചെയ്തിട്ടുണ്ട്, റീബ്രാൻഡിങ് ഒക്കെ കഴിഞ്ഞു, പാക്കേജ് ഇപ്പം ഓൾമോസ്റ്റ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ബാക്കി ഡോക്യുമെൻറ്റേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം, രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം ലോഞ്ച് ചെയ്യാൻ. ആ സമയത്ത് നിങ്ങളോട് പറയാം. ഇപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നടക്കുന്നതുകൊണ്ടാണ് അതിൻ്റെക്കുറിച്ച് അല്ലെങ്കിൽ റീബ്രാൻഡിങ്ങിൻ്റെ വേർഷൻസ് ഒന്നും നിങ്ങളെ കാണിക്കാത്തത്. അതിന് സമയം എടുക്കും കുറച്ചുകൂടെ. അതും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളതിനെ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ ആദ്യം LLP കൊടുത്തപ്പോഴത്തേനും ഈ CA-കാർക്ക് വേണം ഇത് LLP ഒക്കെ ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ എനിക്കിവിടെ അറിയാവുന്നൊരു ടാക്സ് കൺസൾട്ടൻ്റ് ഉണ്ട്, പുള്ളി ത്രൂ ആണ് ഞാൻ ആക്ച്വലി LLPക്ക് അപ്ലൈ ചെയ്തത്. ആദ്യം കൊടുത്ത ടീം ഭയങ്കര ഷോക്കായിരുന്നു. അവർ ഭയങ്കര ഡിലേ എടുത്തു, അവരൊന്നും തന്നെ ചെയ്തില്ല. ആക്ച്വലി എനിക്കൊരു DIN എന്ന് പറഞ്ഞ നമ്പർ മാത്രമേ എടുത്തുള്ളൂ. ഇതിന് ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ ആവശ്യമുണ്ട്. സോ നമ്മൾ LLP ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേനും ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എടുക്കണം. ആ ഡിജിറ്റൽ സിഗ്നേച്ചർ എടുത്തതിന് ശേഷം DIN എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. സോ അത് എടുത്തു വെക്കണം. സോ അത് മാത്രമേ എടുത്തുള്ളൂ, പിന്നീട് ഒന്നും പ്രോസസ്സ് ചെയ്തില്ല, വൻ ലാഗ് ആയിപ്പോയി. പിന്നെ ഇപ്പം വേറൊരു CA-കാർക്ക് അത് ഓൾറെഡി ഏൽപ്പിച്ചിട്ടുണ്ട്, അവരിപ്പം ആക്ച്വലി ചെയ്യുന്നുണ്ട് വർക്ക്. അപ്പം ഓൾമോസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം എൻ്റെ പ്രോസസ്സ് എന്തായെന്നുള്ളതും. ആ റീബ്രാൻഡ് വേർഷൻ ഓൺലൈൻ സെല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ബൈ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം, ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാം. സോ ഈ ഫീഡ്ബാക്സ് വെച്ചിട്ടാണ് ഓരോ പ്രൊഡക്റ്റും ഇമ്പ്രൂവ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഡിസൈനിങ്ങിനകത്ത് പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ UX ഡിസൈനർ കൂടിയായിരുന്നു. സോ UX എന്ന് പറഞ്ഞാൽ യൂസർ എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതൊരു ആൾക്കാരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ റിവ്യൂസ് എടുത്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്സിനെ ബേസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിൻലി ചെയ്യുന്ന കാര്യം. സോ അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫുഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേനും ചെയ്യുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ നിയറസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ പോയി ചോദിക്കുക, ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുക. ആണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യുക. ആൻഡ് ലെറ്റ് മീ നോ അബൌട്ട് ഹൗ ദ പ്രൊഡക്റ്റ് ഇസ്. ഞാൻ ഇനി തൊട്ട് വ്ളോഗ് ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യുക, സോ ദാറ്റ് ഐ ക്യാൻ നോ. സോ ഇന്ന് എനിക്ക് കുറച്ച് പാക്കിങ് ചെയ്യാനുണ്ട്. സോ ഇതാണ് കവറിൻ്റെ ഫോർമാറ്റ് വരുന്നത്. സോ ഇവിടെ ആണ് ബാർകോഡ് എൻ്റർ ചെയ്ത് നമ്മൾ പ്രിൻറ്റ് ചെയ്യേണ്ടത്. സോ ആ മെഷീനകത്തൂടെ കയറ്റി വേണം. അതിന് ആക്ച്വലി നമ്മൾ ഒരു റൂട്ടിലേക്ക് പോകുന്ന സപ്ലയേഴ്സിൻ്റെ ഒരു എമൗണ്ട് ഉണ്ട്, ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കവർ എടുത്ത് വെക്കണം. സോ അതിൻ്റെ കുറച്ച് പാക്കിംഗ് പരിപാടി ഉണ്ട് ഇനി.
See, again, a silly mistake has cost me a lot. ഞാൻ എന്നോട് തന്നെ പറഞ്ഞ റൂളാണ് 1 hour ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം ഒരു 5 minute OB വരാതെ എൻട്രി എടുക്കില്ലെന്ന്. ഞാൻ 10 o'clock ശേഷം വെയിറ്റ് ചെയ്തു, ഒരു പെർഫെക്റ്റ് സെറ്റപ്പ് ഫോം ചെയ്തു. ആ സെറ്റപ്പിനകത്ത് ഞാൻ കയറാൻ ഹെസിറ്റേറ്റ് ചെയ്തു. എന്ത് ചെയ്യാനാ, ലൈക്ക് പ്രൈസ് ഒരു സ്ട്രോങ് പുൾ ബാക്ക് എടുത്തപ്പോഴത്തേനും ഞാൻ പാനിക്കായി. അവിടെ കയറാൻ എനിക്കൊരു ഫിയർ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ കയറിയില്ല. എന്നിട്ട് ഞാൻ താഴെ പോയിട്ട് പ്രൈസ് പിന്നീട് ഒരു ഡയറക്ഷൻ കൺഫർമേഷൻ തന്നതിന് ശേഷം പ്രൈസ് ഒന്നുകൂടെ പുള്ള് ചെയ്തു താഴത്തേക്ക്. പുതിയ 11 o'clock ക്യാൻഡിൽ ഫോം ചെയ്തപ്പം അതിൻ്റെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ പോയിട്ട് ഞാൻ അതിനകത്ത് കയറി. നല്ലൊരു പുൾ ബാക്ക് തന്നപ്പോഴത്തേനും അവിടുത്തെ അത്യാവശ്യം നല്ലൊരു എൻ്റെ റിസ്കിനനുസരിച്ചൊരു സാധനം തന്നപ്പോഴത്തേനും ഞാൻ എന്നാൽ പോയി അതിനകത്ത് കയറി. ഐ ഷുഡിൻ്റ് ഹാവ്. പറഞ്ഞ വാക്ക് തെറ്റിച്ചു. ആൻഡ് ഒരു 2 പ്രാവശ്യം ഇറങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി തന്നു. പിന്നെ നമ്മളൊരു ട്രേഡ് എടുത്താൽ അത് സ്റ്റിക്ക് ഓൺ ചെയ്യണം. പാനിക്കായിട്ട് കാര്യമില്ലല്ലോ. കയറി കഴിഞ്ഞാൽ പാനിക്കായിട്ട് കാര്യമില്ല. ബിക്കോസ് ഞാൻ അങ്ങനെ കയറിയിട്ട് ഇറങ്ങിയിട്ടുള്ള ട്രേഡ്സ് എല്ലാം തന്നെ ലൈക്ക് ഇറ്റ് വാസ് ഗുഡ് ട്രേഡ്സ്. ഞാൻ പാനിക് ആയതുകൊണ്ട് പോയിട്ടുള്ളതാണ്. അങ്ങനെ പ്രീവിയസ് ട്രേഡ്സ് ഓർത്ത് ജഡ്ജ് ചെയ്യുന്നതല്ല, പക്ഷേ ആ റിസ്ക് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിനകത്തോട്ട് കയറുന്നത്. സോ ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു രീതിയിലിരിക്കണം. എനിവേസ് ഐ എം ഡൗൺ ബൈ 400 and something. ഒരു 600 and സംതിങ് കൂടെ ഡ്രോ ഡൗൺ ഉണ്ട്. ഞാൻ ഓൾറെഡി ഒരു 800 ഉണ്ടാക്കിയുണ്ട്. ഡ്രോ ഡൗൺ കയറി വന്നു. സോ ഐ ഷുഡ് ബി കെയർഫുൾ വിത്ത് മൈ ട്രേഡ്സ് അഗെയിൻ. ഞാൻ വീണ്ടും റൂൾസ് ബുക്കിനകത്ത് എഴുതി വെച്ചു. ഐ ഷുഡ് ബി ഫോളോയിങ് ഇറ്റ്. സില്ലി മിസ്റ്റേക്സ് ക്യാൻ കോസ്റ്റ് യു എ ഫോർച്യൂൺ. എനിക്കിപ്പം മനസ്സിലാക്കിയത് ഞാൻ തന്നെയാണ് എൻ്റെ ജേർണി ഡിലേ ചെയ്യുന്നതെന്ന് ഉള്ള കാര്യം മനസ്സിലായി. ആൻഡ് നമ്മൾ എത്രത്തോളം കൺട്രോൾ ചെയ്താലും ചില സമയത്ത് മിസ്റ്റേക്സ് വരുത്തും. പക്ഷേ കൺട്രോൾ വെക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. സോ ഐ കനോട്ട് ബ്ലെയിം ദ മാർക്കറ്റ് ഫോർ ഇറ്റ്. ഇന്നത്തെ മാർക്കറ്റ് ഇച്ചിരി ഫ്ലക്ച്വേറ്റിംഗ് ആയിരുന്നെങ്കിൽ പോലും സെറ്റപ്സ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫസ്റ്റ് എൻട്രിയിൽ കയറിയിരുന്നെങ്കിൽ ഫുൾ TPയിൽ എനിക്കത് ഇറക്കാൻ പറ്റിയേനെ. ബട്ട് ഐ ഹെസിറ്റേറ്റഡ്. അതൊരു ക്ലീൻ സെറ്റപ്പായിരുന്നു. എല്ലാ മോഡൽസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. SMT ഉണ്ടായിരുന്നു, ചേഞ്ച് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു, സ്വീപ്പ് ഉണ്ടായിരുന്നു, വട്ട് എവർ ദാറ്റ് ഐ വാസ് എക്സ്പെക്റ്റിംഗ് അതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ കുഡൻറ്റ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഒരു ഫിയർ ഉണ്ട് ചില സമയത്ത്. ഒരുപാട് ലോസ് അടിച്ചതിന് ശേഷം ഒരു ട്രേഡിനകത്ത് എൻ്റർ ചെയ്യുമ്പോഴത്തേനും എനിക്കൊരു ഫിയർ ഉണ്ട്. ലൈക്ക് അത് കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി പാടാണ്. പക്ഷേ എന്നൊക്കെ ഞാനത് കൺട്രോൾ ചെയ്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ പിന്നെ വിൻസ് ആയിരുന്നു. സോ ആ ഒരു ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. സോ നാളെ ഇനി നോക്കാം. വെള്ളിയാഴ്ചയാണ് നാളെ. നാളത്തെ ഒരു ട്രേഡ് കൂടെ ഉണ്ട്. സോ ദാറ്റ് വിൽ ബി ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് വ്ലോഗ്. ഇനി നാളെ കാണാം. സോ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ഓഫ് ദിസ് വീക്ക്. ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് ഓഫ് എ വീക്ക് ഫോർ മീ. കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും എനിക്ക് ലോസ് ആയിരുന്നു. ലൈക്ക് ഈ മന്ത് ലോസിലാണ്. ദർ ഇസ് ദിസ് പാറ്റേൺ ഓഫ് 1 month പ്രോഫിറ്റ് ആണെങ്കിൽ അടുത്ത മന്ത് ലോസ് എന്നുള്ളൊരു പാറ്റേൺ ഇപ്പം ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുണ്ടായിരുന്നു. എനിക്ക് ജാനുവരി പോസിറ്റീവ് ആയിരുന്നു, ഫെബ്രുവരി നെഗറ്റീവ് ആയിരുന്നു, മാർച്ച് പോസിറ്റീവ് ആയിരുന്നു, ഏപ്രിൽ നെഗറ്റീവ് ആയിരുന്നു, മെയ് പോസിറ്റീവ് ആയിരുന്നു, ജൂൺ ഇപ്പം നെഗറ്റീവിലാണ് റൺ ചെയ്യുന്നത്. പക്ഷേ ഐ തിങ്ക് ഐ ക്യാൻ ബ്രേക്ക് ദാറ്റ് ലൂപ്പ്. പറ്റുന്നതാണ്. അതിനെ ഒരു കേഴ്സായിട്ടൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. എനിവേസ് ഇന്നത്തെ ട്രേഡിംഗ് ഡേയും നന്നായിട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു പ്ലാൻ ഇന്നലെ കാണിച്ച പോലെ പ്ലാൻ ബ്രേക്ക് ചെയ്യാതെ ഇന്ന് ട്രേഡ് എടുക്കണം. ആൻഡ് ഇതെൻ്റെ എക്സ്പെരിമെൻ്റൽ വ്ളോഗാണ്, ഒരു വീക്ക് റെക്കോർഡ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ളത്. മേ ബി ഇതിൻ്റെ റെസ്പോൺസ് ചെക്ക് ചെയ്തതിന് ശേഷം ഇതല്ല നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, മേ ബി ഇതിൻ്റെ റെസ്പോൺസ് അത്ര നല്ലതല്ലെങ്കിൽ മേ ബി ഐ വിൽ കൺസിഡർ സംതിങ് എൽസ്. വ്ളോഗ് തന്നെ ചെയ്യാനാണ് പ്ലാൻ. ഐ വിൽ ബി റെക്കോർഡിങ് സം ഡേയ്സ്. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് അല്ലെങ്കിൽ ബിസിനസ് ട്രേഡിങ് ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംസാരിക്കേണ്ടതായിട്ടുള്ള ഡേയ്സ് വരുമ്പം റെക്കോർഡ് ചെയ്യാമെന്നാണ് പ്ലാൻ. ബട്ട് ദ വീക്ക്ലി വ്ളോഗ് വാസ് ഗുഡ്. ഇതിന് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നോക്കണം. അത് വേറൊരു പോയിൻ്റാണ്. ഐ വിൽ ബി പോസ്റ്റിംഗ് മോർ വീഡിയോസ്. നമുക്ക് ഇപ്പോൾ ചെറിയൊരു റൈഡ് പോയിട്ട് വരാം. കുറച്ച് സാധനം വാങ്ങിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പുറത്തോട്ടൊന്ന് പോവാണ്. ഐ വിൽ ജസ്റ്റ് ഷോ യു അറൗണ്ട് മൈ പ്ലേസ്. സോ ഇതാണ് എൻ്റെ സ്കൂള്. ഞാൻ ഇവിടെയാണ് പഠിച്ചത് 14 years. മോൺഫോർട്ട് സ്കൂൾ അണക്കര എന്നാണ് പേര്.
ഞാൻ ധ്യാന കേന്ദ്രത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഇതാണ് ആദിശനി ബൈബിൾ കൺവെൻഷൻ. അതിൻ്റെ പേര് മരിയൻ റിട്രീറ്റ് സെൻ്റർ എന്നാണ്. ആൻഡ് ദിസ് ഇസ് മൈ ലാസ്റ്റ് ട്രേഡ് ഫോർ ദിസ് വീക്ക്. അതും ലോസിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു പുതിയ ക്യാൻഡിൽ ഉണ്ടാക്കിയതിന് ശേഷം ഒരു ഓർഡർ ബ്ലോക്കിന് ശേഷം എൻട്രി ചെയ്യത്തുള്ളൂ. ഇന്ന് പുതിയൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ടാക്കിയതിന് ശേഷമാണ് എൻട്രി ചെയ്തത്. പക്ഷേ വേറൊരു മിസ്റ്റേക്ക് വരുത്തി, വിച്ച് ഇസ് ഡിഡൻറ്റ് വെയിറ്റ് ഫോർ ദ ഡിസ്കൗണ്ട്. 10 o'clock പ്രൈസ് ഇവിടുന്ന് എക്സ്പാൻഡ് ചെയ്തു, നല്ല ഹ്യൂജ് ആയിട്ടൊരു എക്സ്പാൻഷൻ തന്നു. അപ്പം ഞാൻ അതിൻ്റെ പ്രീമിയത്തിൽ പോയി ബൈ ചെയ്യലായിരുന്നു. ഐ ഷുഡ് ഹാവ് വെയിറ്റഡ് ഫോർ ദ പ്രൈസ് ടു കം ടു ഡിസ്കൗണ്ട് ആൻഡ് ദെൻ പുഷ്. ഡയറക്ഷൻ കറക്റ്റ് ആയിരുന്നു, എൻ്റെ ഡയറക്ഷൻ ബുള്ളിഷ് ആയിരുന്നു, വിച്ച് ഇസ് വാട്ട് യു ആർ സീയിങ് ഹിയർ. ഞാൻ ഇതിൻ്റെ ഡിസ്കൗണ്ട് ചെയ്യുന്ന ഇവിടുന്ന് എൻട്രി എടുത്താൽ മതിയായിരുന്നു, സംതിങ് ലൈക്ക് ദിസ്. ബട്ട് വാട്ട് ഹാസ് ഹാപ്പൻഡ്, അതിന് മേലേക്ക് പോയി ഒരു 3 minute ഫെയർ വാല്യൂ ക്യാപ്പ് ടാപ്പ് ചെയ്തിട്ട് അടുത്തൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ടാക്കി. ഇത് നല്ല ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടിയിട്ടൊരു ഓർഡർ ബ്ലോക്ക്. ഇവിടെയാണ് കയറിയത്, ഇവിടെയാണ് സ്റ്റോപ്പ് വെച്ചത്. പ്രൈസ് ഇവിടെ വരെ വന്നിട്ട് ഇവിടുന്ന് ഒരു SMT ഉണ്ടാക്കി NQ ആയിട്ട് ഇങ്ങനെ. എന്നിട്ട് പ്രൈസ് ഒന്നുകൂടെ പുഷ് ചെയ്തു. ഈ ഹൈയും കൂടെ അങ്ങ് എടുത്തിട്ട് പിന്നെ താഴത്തേക്ക് ഒരൊറ്റ ഡ്രോപ്പ്. സംടൈംസ് ഐ ഫീൽ ഹോപ്പ്ലെസ്. പക്ഷേ നെഗറ്റീവ് അടിക്കാൻ എനിക്ക് പറ്റില്ല. നെഗറ്റീവ് അടിച്ചാൽ ഉള്ളൊരു മൈൻഡും കൂടെ പോകും. സോ നെഗറ്റീവ് അടിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇനി നോക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എനിക്കിനി 2 ട്രേഡും കൂടെ ആ അക്കൗണ്ടിനകത്ത് എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ആ 2 ട്രേഡ് കൊളാക്കാതെ എടുക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ ഒരു ഉത്തരവാദിത്തമുള്ളൂ. സോ വിച്ച് ഇസ് വാട്ട് വി ആർ ഗോണ ട്രൈ നെക്സ്റ്റ് വീക്ക്. ഈ ആഴ്ച ഇങ്ങനെ തന്നെ എന്നാൽ ക്ലോസ് ചെയ്യാമെന്ന് ഓർത്തു. വിൽ ട്രൈ നെക്സ്റ്റ് വീക്ക്. ഇന്നത്തെ ആ ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞല്ലോ, ലൈക്ക് ഓൾറെഡി പ്രൈസ് റൺ ചെയ്തു. ഇനിയിപ്പോൾ ഇതിനകത്ത് കയറി ഐ എം നോട്ട് ലൂസിങ് എനി മോർ ഓഫ് മൈ ക്യാപിറ്റൽ ദിസ് വീക്ക്. ഞാൻ നിങ്ങളെ ഒരു വ്ളോഗ് എപ്പോഴൊക്കെ എടുത്താലും, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു വ്ളോഗ് എടുത്താലും ഐ കുഡൻറ്റ് ഗ്രാബ് എ വിൻ. നിങ്ങളെൻ്റെ ചാനലിലെടുത്ത് ഞാൻ ഇതെൻ്റെ 3ാമത്തെ വ്ളോഗാന്ന് തോന്നുന്നു. 2 രണ്ടാമത്തേനകത്ത് എനിക്ക് ആക്ച്വലി ട്രേഡ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കയറാൻ പറ്റിയില്ല. ആദ്യത്തെ വ്ളോഗിനകത്ത് എനിക്ക് ലോസ് ആയിരുന്നു. ഈ വ്ളോഗിനകത്ത് കണ്ടിന്യൂസ് ഒരാഴ്ചത്തെ ലോസാണ് നിങ്ങൾ കാണുന്നത്. മൈ ലൂസിങ് സ്ട്രീക്കാണ് നിങ്ങൾ കാണുന്നത്. ഇന്ന് വൺ ഓഫ് മൈ സബ്സ്ക്രൈബേഴ്സ് ഒരു പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു. ഹി പാസ്ഡ് ഹിസ് അക്കൗണ്ട് ആൻഡ് ഹി ടോൾഡ് മീ ഇറ്റ് വുഡ് ടേക്ക് ടൈം, ഡോണ്ട് വറി, യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്തു. വിച്ച് ഇസ് സംതിങ് പേഴ്സണൽ ആൻഡ് ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ. അങ്ങനെ ആൾക്കാർ എന്നെ റീച്ച് ഔട്ട് ചെയ്ത് എൻ്റെ ജേർണിയെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുമ്പം കൂടെ നിൽക്കാനും ഉണ്ടെന്നറിയുമ്പോൾ തന്നെ ഇറ്റ്സ് സോ ഗ്രേറ്റ് ഗൈസ്. ആൻഡ് ഐ വോണ്ട് താങ്ക് യു ഓൾ ഫോർ ഇറ്റ്. ഇപ്പം നിങ്ങൾ കുറേ പേര് വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ സക്സസ്ഫുള്ളായി കാണണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ജേർണി എങ്ങനെ പോകുന്നു അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പലരും ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഐ റിയലി വോണ്ട് ടു സക്സീഡ്. ഞാൻ മനഃപൂർവ്വം എൻ്റെ സക്സസ് കുളവാക്കാൻ വേണ്ടിയിട്ട് മോശം ട്രേഡിൽ കയറുന്നതല്ല, അല്ലെങ്കിൽ അഗ്രസീവായിട്ട് കയറുന്നതല്ല. ദർ ആർ സം തിങ്സ് ദറ്റ് ഐ ഹാവ് ടു റിഫൈൻ. അത് എന്നെക്കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. വേറെ ലൈക്ക് എനിക്ക് സപ്പോർട്ട് തരാൻ മാത്രമേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. യു ക്യാൻ ഗിവ് മീ ദ ബെസ്റ്റ് അഡ്വൈസസ് ആൻഡ് മോട്ടിവേഷൻസ്. പക്ഷെ ഞാൻ കറക്റ്റ് ചെയ്യേണ്ട ചെറിയ ചെറിയ മിസ്റ്റേക്സ്, ഞാൻ പറഞ്ഞല്ലോ സില്ലി മിസ്റ്റേക്സ് ആണ് എന്നെ ഡ്രാഗ് ചെയ്യുന്നത്. എൻ്റെ മോഡൽ ഇപ്പോഴും പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ തിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് സ്റ്റിൽ. അത് പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ട്, ഡയറക്ഷൻ ഉണ്ട്, എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഞാൻ ലൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ പ്രീമച്ചറായിട്ട് ഞാൻ കയറുന്ന ട്രേഡ് ആയിരിക്കും, അല്ലെങ്കിൽ മണ്ടത്തരം ഞാൻ കാണിക്കുന്നതായിരിക്കാം. ഈ 2 കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാനിപ്പം പ്രോഫിറ്റബിൾ അല്ലാതെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത്. ഇത് 2 എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ ആം ദെയർ, ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഇനി നെക്സ്റ്റ് വീക്ക് കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് ഈ മണ്ടത്തരങ്ങളും ഈ സില്ലി മിസ്റ്റേക്സും അവോയ്ഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് നോക്കണം. ഐ വോണ്ട് ടു ബി സക്സസ്ഫുൾ. ജെന്യുവൻലി പറയുകയാണെങ്കിൽ ഇത്രയും വർഷം സ്ട്രഗിൾ ചെയ്തിട്ട് റിസൾട്ട് കാണാതിരിക്കുമ്പോൾ ഐ ഫീൽ ഡൗൺ.
പക്ഷേ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ഇത്രയും നാൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഇതിനെ ഒരു കരിയറായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു. ആൻഡ് ഐ ജസ്റ്റ് കനോട്ട് ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ് ഓൾ ഓഫ് എ സഡൻ ആൻഡ് സ്റ്റാർട്ട് സംതിങ് ന്യൂ. എനിക്കറിയാം ഐ എം ഓൾമോസ്റ്റ് ദെയർ എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. ഐ ക്യാൻ സീ ദാറ്റ്, ഐ ക്യാൻ ഫീൽ ഇറ്റ്. സോ മേ ബി എ ലിറ്റിൽ മോർ ടൈം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ആൻഡ് എനിക്ക് എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായത് ഞാൻ റിഫൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതുപോലത്തെ മണ്ടൻ ഡിസിഷൻസ് എനിക്ക് അവോയ്ഡ് ചെയ്യണം. അത് അവോയ്ഡ് ചെയ്താൽ ഐ എം ക്ലോസർ ടു മൈ ഡ്രീം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് എൻറ്റയർ വീഡിയോ. ഐ നോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും വന്നത്. അറ്റ്ലീസ്റ്റ് എൻ്റെ ഭാഗത്തുനിന്ന് നല്ല അഡ്വൈസസ്, അല്ലെങ്കിൽ എൻ്റെ ജേർണിയുടെ പാർട്ടാക്കാൻ നിങ്ങളെയും കൂടെ പാർട്ടാക്കാൻ എനിക്ക് പറ്റിയതിൽ ഐ എം ഹാപ്പി. വിൽ കീപ് ട്രൈയിങ് ജസ്റ്റ് ആസ് വി ഡു. ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് അടുത്തായെന്ന് തോന്നുന്നു ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. ആൻഡ് യു ഗൈസ് ഹാവ് ബീൻ സപ്പോർട്ടിങ് മീ. ഇറ്റ് മീൻസ് എ ലോട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീക്ക് നോക്കാം. നെക്സ്റ്റ് വീക്ക് ഞാൻ കണ്ടിന്യൂസ് വ്ളോഗ്സ് ഇടുമെന്ന് അറിയില്ല. ഇതിൻ്റെ ഒരു പെർഫോമൻസ്, ഈ വീഡിയോയുടെ പെർഫോമൻസും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് അതിനെ ഒന്ന് റീതിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റെഡി ആകുമ്പോഴത്തേനും അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വ്ളോഗ്സ് ഇടണമെന്നുള്ളതും കൂടെ ഞാൻ ആലോചിച്ച് വെക്കുന്നേ ഉള്ളൂ. വീഡിയോ എടുക്കാൻ ടാസ്കില്ല, ഇത് എഡിറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. ബട്ട് സ്റ്റിൽ ഐ വിൽ ജസ്റ്റ് ട്രൈ. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഇനി ലോങ് ഫോം വീഡിയോസ് കുറച്ചുകൂടെ ഇടാനാണ് പ്ലാൻ. ചാനൽ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി കൊണ്ടുവരണം. എൻ്റെ ജേർണി എനിക്ക് കുറച്ചുകൂടെ ഷെയർ ചെയ്യണം എന്നുണ്ട്. ആൻഡ് ഇറ്റ് ഫീൽസ് സോ ഗ്രേറ്റ് ടു ടോക്ക് ടു യു ഗൈസ്. ഇപ്പം ലൈവിലിരിക്കുമ്പോഴാണേലും പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാനും കൂടെ പറ്റുന്നുണ്ട് എന്ന് അറിയുമ്പോഴത്തേനും ഐ എം റിയലി ഹാപ്പി. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം വഴിയാണേലും യൂട്യൂബിൽ കോൺടാക്റ്റ് ഉണ്ട്, ഡിസ്കോഡ് വഴി ആൾക്കാർ 1-2 പേര്. ഇപ്പം ഡിസ്കോഡ് അത്ര ആക്റ്റീവ് അല്ലെന്ന് എനിക്കറിയാം. അതും എങ്ങനെ ആക്റ്റീവ് ആക്കാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. യു ഗൈസ് ഓൾസോ ക്യാൻ ഷെയർ യുവർ ജേർണി ഓവർ ദെയർ. സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫീൽ ഷൈ. പീപ്പിൾ ആർ ദെയർ ടു സപ്പോർട്ട്. സോ ബി ഓപ്പൺ. ആൻഡ് എന്നോട് എനിക്ക് മെസ്സേജ് അയക്കണമെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം എന്നെ ഫോളോ ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഐ ക്യാൻ ഹെൽപ്പ് യു ഗൈസ് ഇൻ സം സോർട്ട് ഓഫ് വേ, എനിക്ക് പറ്റുന്ന രീതിയിൽ. മേ ബി സക്സസ്ഫുൾ അല്ലാത്ത ഒരാളുടെ അടുത്തുനിന്ന് അഡ്വൈസ് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം കാണില്ല. ബട്ട് സ്റ്റിൽ സൈക്കോളജിക്കലി ഐ എം ബെറ്റർ ദാൻ മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സ് എനിക്ക് തോന്നുന്നുണ്ട്. സോ സൈക്കോളജിക്കൽ അഡ്വൈസ്, അല്ലെങ്കിൽ ടു ബി എ ഫ്രണ്ട് ഫോർ യു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ടെക്സ്റ്റ് മീ. എപ്പോഴും അവൈലബിൾ അല്ലെങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഒരുപാട് മെസ്സേജസൊന്നും വരത്തില്ല, എന്നാലും വരുന്ന മെസ്സേജസിനെല്ലാം തന്നെ ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഒന്നും ഞാൻ റെസ്പോണ്ട് ചെയ്യാതിരുന്നിട്ടില്ല. സോ യു ഗൈസ് ക്യാൻ ടെക്സ്റ്റ് മീ ആൻഡ് we can talk. So thanks for watching this video till the end. Love you guys. അടുത്ത വീഡിയോ കാണാം.